നമ്മൾ ഈ അടുത്ത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും എല്ലാം കുട്ടികൾ ചുമ മരുന്ന് കഴിച്ചിട്ട് മരണപ്പെടുന്ന വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മരുന്നിലെ ഒരു ഇൻഡസ്ട്രിയൽ സോൾവെൻറ്റ് അടങ്ങിയത് കാരണമാണ്, അതായത് ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് അടങ്ങിയത് കാരണമാണ് ഈ മരണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ചേർന്ന് ഒരു നിയമം ഇപ്പോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചുമ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് ചുമ? ചുമ എന്ന് പറയുന്നത് ഒരു സിംറ്റം മാത്രമാണ്, അതായത് ഒരു രോഗത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ചുമ. അപ്പോൾ കുട്ടിക്കൊരു ചുമയുണ്ടായാൽ അതിന് എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതായത് ഇപ്പോൾ സാധാരണ കാണുന്ന വൈറൽ പനി ഭാഗമായിട്ടായിരിക്കാം ചുമ, ഫാരഞ്ചൈറ്റിസ്, അല്ലെങ്കിൽ ന്യൂമോണിയ പോലത്തെ അസുഖങ്ങളുടെ ഭാഗമായിട്ട്, ആസ്മ പോലത്തെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ചുമയുണ്ടാകാം. ഇതൊന്നും അല്ലാതെ ഹൃദ്രോഗത്തിൻ്റെ ഭാഗമായിട്ടും ചുമയുണ്ടാവാം. അമിതമായി പുളിച്ച് തികട്ടൽ വരുന്ന കുട്ടികൾക്ക്, ഈ GRD വരുന്ന കുട്ടികൾക്കും ചുമയെല്ലാം ഉണ്ടാകാം. അപ്പോൾ കുട്ടിക്ക് ചുമയുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ച് എന്താണ് ചുമയുടെ കാരണം എന്നുള്ളത് കണ്ടെത്തുക. അല്ലാതെ ചുമ വരുമ്പോൾ നേരെ പോയി ഒരു മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ച് കിട്ടുന്ന മരുന്ന് കുട്ടിക്ക് കൊടുക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു നിയമപ്രകാരം പല ആൻറ്റി ഹിസ്റ്റമിൻ്റെ കോമ്പിനേഷൻ വരുന്ന സിറപ്പുകൾ, ഡെക്സ്ട്രോമെത്തോർഫിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ്, ഡെക്സ്ട്രോമെത്തോർഫിൻ ആൻറ്റി ഹിസ്റ്റമിൻ കോമ്പിനേഷൻ വരുന്ന സിറപ്പുകൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാനേ പാടില്ല. പിന്നെ പല സംശയങ്ങളും വരുന്നത് അസ്താലിൻ, സാൽബ്യൂട്ടമോൾ എന്നൊക്കെ പറഞ്ഞ് വരുന്ന മരുന്നുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുമയുടെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഈ മരുന്നുകൾ കൊടുക്കാൻ പാടുള്ളൂ. എല്ലാതരം ചുമയ്ക്കൊന്നും ഈ പറയുന്ന സാൽബ്യൂട്ടമോളൊന്നും വർക്കാവൂല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആസ്മ കാരണം വരുന്ന ചുമയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അസ്താലിനൊക്കെ ഒരു ബ്രോങ്കോ ഡൈലേറ്ററാണ്, അതൊക്കെ ഈ ചുമയ്ക്ക് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് ചുമയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക, എന്താണ് ചുമയുടെ കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് നിർദ്ദേശിക്കുന്ന അളവിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കുക.